ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കൊല്ലം ചടയമംഗലത്താണ് ഈ ജഡായു എർത്ത് സെന്റർ ഉള്ളത്. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഓരോ പ്രാവശ്യവും കൊല്ലത്ത് വരാറുണ്ട്. പക്ഷെ കൂടുതൽ സമയം നമ്മൾ പോകാറുള്ളത് വർക്കലയ്ക്കാണ്. എന്നാൽ ഇതാദ്യം കണ്ടിട്ടാവാം ഇനി വർക്കല. പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ സ്കൾപ്ചർ വിസിറ്റ് ചെയ്യാനും കേബിൾ കാറിനും കൂടിയിട്ട് 555 വോക്ക് വേ ആണ് ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 325 ആണ് ചാർജ് ചെയ്യുന്നത്. ആദ്യത്തെ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഞങ്ങളുടെ വോക്ക് വേ ചൂസ് ചെയ്തു. പിന്നെ നടന്ന് കയറുമ്പോഴുള്ള വ്യൂ ഒക്കെ സൂപ്പറാണെങ്കിലും പകുതി എത്തപ്പോൾ മനസ്സിലായി ഇത് വല്ലാത്ത ചീത്തായി പോയിന്ന്. പകുതിക്ക് വെച്ചിട്ട് കേബിൾ കാർ കിട്ടാത്ത കാരണവും ഇല്ലെങ്കിൽ വേറെ അവിടെ നിന്ന് വണ്ടി വിളിച്ച് പോകാൻ പറ്റാത്ത കാരണവും ബാക്കിയും കൂടിയും നടന്നു കയറി. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വ്യൂ അത് ഇതാണ്. ഈ ഒരു വ്യൂ കണ്ടിട്ട് ഇനി തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ അടുത്തൊരു വ്യൂ കൂടി കാണാം. ഇതല്ലാതെ അതിന് മുകളിലായിട്ട് ടീ ഷോപ്പും പിന്നെ ഒരു ടെമ്പിളും പിന്നെ മ്യൂസിയം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. രാമായണത്തിലെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് സീതയെ രക്ഷിക്കാൻ ചെന്ന ജഡായുവിന്റെ ചിറക് അരിഞ്ഞ് ജഡായു ഈ പാറയുടെ മുകളിലാണ് വിടുന്നതെന്നാണ് ഐതിഹ്യം. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വോക്ക് വേ അല്ല, പകരം കേബിൾ കാറിലാണ് പോകുന്നത്. മുകളിൽ ചെന്നാൽ നമുക്ക് 1 വേ കേബിൾ കാർ ടിക്കറ്റും കിട്ടുന്നതാണ്. 1 വേ കേബിൾ കാറിന് 170 പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. കേബിൾ കാർ നിർത്തിയിടൊന്നുമില്ല, നമ്മൾ ചാടി വേണം കയറാൻ വേണ്ടിയിട്ട്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് വരുന്ന സമയത്ത് കേബിൾ കാർ യൂസ് ചെയ്തിട്ട് ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം പതിയെ താഴേക്ക് വോക്ക് വേ യൂസ് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിനൊരു സൈഡിലായിട്ട് ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ നമുക്ക് കേബിൾ കാർ യൂസ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. പിന്നെ ചെന്നിറങ്ങുന്നത് ഒരു ഫുഡ് കോർട്ടും പ്ലസ് ഗെയിമിംഗ് ഏരിയ ആയിട്ട് ചെറിയൊരു സ്പേസ് ഇവർക്കുണ്ട്. എന്തായാലും വന്നതല്ലേ, ഞങ്ങൾ അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് 12D റൈഡർ ഒന്ന് ട്രൈ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ വർക്കലയ്ക്ക് വിട്ടു. ഇനി ഒരു സൺസെറ്റ് കാണാലോ. അപ്പോൾ അത്രയുള്ളൂ. ശരി ട്ടാ.